Adani is Modi and Modi is Adani. Prime Minister of India, I was giving my speech in Parliament and I was talking about Epstein and I was talking about Adani. They didn't let me speak, and after that Prime Minister of India ran away from Parliament. This is a fight between the UDF and the BJP and LDF combined. ഇത് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് ഒരു വശത്ത് UDF-ഉം മറ്റൊരു വശത്ത് LDF-ഉം BJP-യും ഒരുമിച്ച് ചേർന്ന് അതിനെതിരെ പോരാടുന്ന ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. You agree with that? നിങ്ങൾ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? So what is the proof of that? Let me tell you. അതിന്റെ തെളിവെന്താണ്? ഞാൻ ഈ പറഞ്ഞതിന്റെ തെളിവെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. First of all, you know that anybody who fights RSS, Narendra Modi, gets cases on them, is attacked, is arrested, is interrogated. നിങ്ങൾക്കറിയാം, RSS-നും BJP-ക്കുമെതിരെ ആര് സംസാരിക്കുന്നതോ അവർ ആക്രമിക്കപ്പെടുന്നു, അവർക്കെതിരെ കേസുകളുണ്ട്, അവരെ ചോദ്യം ചെയ്യുന്നു. ഇത് നിങ്ങൾക്കറിയാമല്ലോ. I attacked the BJP. I'm out on bail. They took away my house. They took away my Lok Sabha membership. They interrogated me for 55 hours. ഞാൻ BJP RSS-നെയും എപ്പോഴും ആക്രമിക്കുന്ന ആളാണ്. അവരെന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി, എന്റെ ലോക്സഭ അംഗത്വം അവർ അയോഗ്യമാക്കി. അവരെനിക്കെതിരെ എന്നെ 55 മണിക്കൂർ നിർത്താതെ അവർ ചോദ്യം ചെയ്തു. Every time I open my mouth, their media attacks me 24 hours. ഞാൻ എപ്പം അവർക്കെതിരെ എന്റെ വാ തുറക്കുന്നുവോ ആ സമയം അവരുടെ മാധ്യമങ്ങൾ എന്നെ 24 മണിക്കൂറും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. How many hours has Chief Minister Kerala been interrogated? എത്ര മണിക്കൂർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്? Is he out on bail? അദ്ദേഹം ജാമ്യത്തിൽ പുറത്താണോ ഇപ്പോ? Have his children, his family been interrogated? അദ്ദേഹത്തിന്റെ കുട്ടികളെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? Does Narendra Modi attack him every chance he gets? ഏതെങ്കിലും ഒരു അവസരത്തിൽ നരേന്ദ്രമോദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് സംസാരിച്ചിട്ടുണ്ടോ? Now, wherever Narendra Modi goes, he says he is the protector of Hinduism. നരേന്ദ്രമോദി എവിടെ പോയാലും അദ്ദേഹം പറയും, ഞാൻ ഹിന്ദു മതത്തിന്റെ, ഹിന്ദുയിസത്തിന്റെ സംരക്ഷകനാണെന്ന് പറയും. He mentions names of temples, names of God every 2 minutes. ഓരോ 2 മിനിറ്റ് അദ്ദേഹം സംസാരിക്കുമ്പോഴും അമ്പലങ്ങളുടെ പേരുകൾ, ദൈവങ്ങളുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. So, when the LDF leadership and leaders of the LDF have stolen gold from Sabarimala temple and replaced it with brass, why does the Prime Minister not say anything about it? LDF-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്നെടുത്ത് അവിടെ ചെമ്പ് വെച്ചപ്പോ എന്തുകൊണ്ടാണ് ഇതിനെ ആക്രമിക്കാത്തത്? ഇതിനെതിരെ നരേന്ദ്രമോദി ഒന്നും പറയാത്തത്? Because he wants to make sure that the LDF has full support of the BJP. കാരണം നരേന്ദ്രമോദിക്ക് ഉറപ്പാക്കണം, ഇവിടുത്തെ LDF-നെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് BJP-യുടെ മുഴുവൻ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറയാതിരിക്കുന്നത്. That is why he has suddenly forgotten God and temples and religion. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പെട്ടെന്ന് ദൈവങ്ങളെയും അമ്പലത്തിനെയും മതത്തെയെല്ലാം മറന്നുപോയത്. So they are a partnership, they are working together. അവർ തമ്മിലൊരു പങ്കാളിത്തമാണ്. BJP-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ ഒരുമിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Because Narendra Modi knows that the left front LDF can never threaten him in Delhi. കാരണം നരേന്ദ്രമോദിക്ക് അറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഡൽഹിയിൽ അദ്ദേഹത്തിനെ ഒരിക്കലും വെല്ലുവിളിക്കാൻ സാധിക്കില്ലെന്ന് മോദിക്കറിയാം. And Narendra Modi also knows that the only party that can fight him is the Congress party. അതും മാത്രമല്ല, നരേന്ദ്രമോദിയെ എതിർക്കാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്നതും ശരിയായി അറിയാം. Because it is in our blood. കാരണം അത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. We all the Congress workers, Congress leaders, we get up in the morning and first thing we think is, how can we fight the BJP RSS? നമ്മൾ എല്ലാവരും, കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആലോചിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇന്ന് നമുക്ക് എങ്ങനെയാണ് BJP-യെയും RSS-നെയും എതിർക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത്. And BJP and RSS, everybody knows
is terrified of the Congress party. BJP RSS അവര് ശരിക്കും പറഞ്ഞ അവർക്ക് എല്ലാവർക്കും അറിയാം BJPയും RSSും കോൺഗ്രസ് പാർട്ടിയെ പേടിച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. Prime Minister of India, I was giving my speech in Parliament and I was talking about Epstein and I was talking about Adani. They didn't let me speak, and after that Prime Minister of India ran away from Parliament. നിങ്ങൾക്കറിയോ ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചും അദാനിയെ കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് ഞാൻ അത് സംസാരിക്കുന്ന ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് തന്നെ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. The government called an all-party meeting. They made sure that I was in Kerala when they called it. അത് മാത്രമല്ല ഗവൺമെന്റ് അവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. അവരന്നേരം ഉറപ്പാക്കി ഞാൻ കേരളത്തിലായിരുന്ന സമയത്താണ് അവരവിടെ സർവകക്ഷി യോഗം വിളിച്ചത്. Because the truth of Narendra Modi is very simple. കാരണം നരേന്ദ്രമോദിയുടെ സത്യം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. Very, very simple. വളരെ വളരെ ലളിതമാണ്. And the truth of Narendra Modi is in the Epstein files. നരേന്ദ്രമോദിയുടെ സത്യം എന്ന് പറയുന്നത് ഉള്ളത് എപ്സ്റ്റീൻ ഫയലുകളിലാണ്. And the truth of Narendra Modi is in the Adani company. നരേന്ദ്രമോദിയുടെ സത്യമുള്ളത് അദാനിയുടെ കമ്പനിയിലാണ്. There must be many business people here. ഇവിടെ ഒരുപാട് വ്യവസായികളായ ആളുകൾ ഉണ്ടാവാം, ഇല്ലേ? I want to ask you one question. I want to ask you one question. In business, does anybody give something for nothing? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് ആരെങ്കിലും വ്യവസായത്തിൽ എന്തെങ്കിലും ചുമ്മാ തരുമോ, വെറുതെ തരുമോ? Never. ഇല്ല. Never, no? ഒരിക്കലുമില്ല, അല്ലേ? So, Adani must be giving something to the Prime Minister. അതുകൊണ്ട് അദാനി പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും, അല്ലേ? Pradhan Mantri is giving him airports, ports, cement, solar power, wind power, infrastructure, bridges, roads. So you think it is only one-way traffic? അദാനിക്ക് ഇവിടുത്തെ രാജ്യത്തെ തുറമുഖങ്ങൾ കൊടുക്കുന്നു, എയർപോർട്ടുകൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ സൗരോർജ്ജം കൊടുക്കുന്നു, മറ്റു പല അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം കൊടുക്കുന്നു. അത് ഒരു സൈഡിൽ കൊടുക്കുന്നതാണോ? First relationship in the universe where one side is giving everything and other side is giving nothing. നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ പ്രപഞ്ചത്തിലെ ആകെ ഒരേ ഒരു ബന്ധമാണ്. ഒരു സൈഡിൽ നിന്ന് എല്ലാം അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുന്നു, മറ്റു സൈഡിൽ നിന്ന് ഒന്നും കൊടുക്കാത്ത ഒരു ബന്ധമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? You think this is possible? അത് സാധ്യമാണെന്ന് ഇത് പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? The truth is that Adani is not a normal company. സത്യം എന്ന് പറയുന്നത് അദാനിയുടേത് ഒരു സാധാരണ കമ്പനി അല്ല. Adani is the financial system of the BJP. അദാനി എന്ന് പറയുന്നത് BJPയുടെ സാമ്പത്തിക സംവിധാനമാണ് അദാനി എന്ന് പറയുന്നത്. Narendra Modi has taken the entire funding of the BJP and put it into Adani. നരേന്ദ്രമോദി BJPയുടെ മുഴുവൻ സമ്പത്തും BJPയുടെ മുഴുവൻ ഫണ്ടും എടുത്ത് അദാനിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. Adani is Modi and Modi is Adani. അദാനി എന്ന് പറയുന്നത് മോദിയാണ്, മോദി എന്ന് പറയുന്നത് അദാനിയാണ്. You should not be saying Adani and Modi, you should be saying Modani. നിങ്ങൾ അദാനി മോദി എന്ന് രണ്ടായിട്ട് പറയില്ലേ, നിങ്ങൾ പറയേണ്ടത് മോദാനി എന്നായിരിക്കണം. Now the thing is, most people in India do not understand this. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. I understand this, you understand this. എനിക്കിത് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. And Donald Trump understands this. മറ്റൊരാൾ കൂടി ഡൊണാൾഡ് ട്രംപിനും ഇത് മനസ്സിലാവും. So that is why Narendra Modi calls Donald Trump sir. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ സർ എന്ന് വിളിക്കുന്നത്. You look at Donald Trump's tweets. He has said in the tweet that Narendra Modi called me up and called me sir. ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റുകൾ നിങ്ങൾ നോക്കണം. ആ ട്വീറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി എന്നെ വിളിച്ചു, എന്നെ സർ എന്നാണ് വിളിച്ചതെന്ന്. And Narendra Modi knows. And Donald Trump says publicly that I will destroy Narendra Modi's career anytime I want. നരേന്ദ്രമോദിക്ക് അറിയാം. അത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പൊതുവെ പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നരേന്ദ്രമോദിയുടെ കരിയർ, അദ്ദേഹത്തിന്റെ തൊഴിൽ രംഗം, രാഷ്ട്രീയം ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. That is why Narendra Modi signed the US deal. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അമേരിക്കയുമായിട്ടുള്ള കരാർ ഒപ്പുവെച്ചത്. That is why he gave access of Indian agriculture to American farmers.
അതുകൊണ്ടാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ അമേരിക്കയിലെ കർഷകർക്ക് പ്രവേശിക്കാനുള്ള അനുമതി നരേന്ദ്രമോദി നൽകിയത്. That is why he committed to Donald Trump that he will not buy oil from anybody who Donald Trump does not want. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അനുവദിക്കാത്ത ആരുടെ കയ്യിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കില്ല എന്ന് ഡൊണാൾഡ് Today ട്രംപ് India cannot buy oil from who it wants. ഇന്ത്യക്ക് ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമോ അവരുടെ അടുത്ത് നിന്ന് എനിക്ക് എണ്ണ വാങ്ങിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന്. Donald Trump will decide who India buys oil from. ആരുടെ കയ്യിൽ നിന്നാണോ ഇന്ത്യ എണ്ണ വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. Because Donald Trump knows that if he releases the information on Adani, Modi is finished. കാരണം ഡൊണാൾഡ് ട്രംപിന് അറിയാം അദാനിയെ കുറിച്ചുള്ള വിവരം ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടാൽ നരേന്ദ്രമോദി ഇല്ലാതാകുമെന്ന് ഡൊണാൾഡ് ട്രംപിന് അറിയാം. And in America, they have put a case on Adani. അമേരിക്കയിൽ അദാനിക്കെതിരെ ഒരു കേസും അവിടെ നിലവിലുണ്ട്. ക്രിമിനൽ കേസ് അവിടെ നിലവിലുണ്ട്. Adani cannot go to America. Adani cannot go to Europe. അദാനിക്ക് അമേരിക്കയിലേക്കും പോകാൻ പറ്റില്ല, യൂറോപ്പിലേക്കും പോകാൻ പറ്റില്ല. But the target is not Adani. The target is Modi. പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അദാനിയല്ല, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. So that is the nature of control in politics. രാഷ്ട്രീയത്തില് ഇതാണ്, രാഷ്ട്രീയത്തിലുള്ള നിയന്ത്രണത്തിന്റെ സ്വഭാവം ഇതാണ്. Modi gets disturbed by me because he has no control over me. മോദിക്ക് എന്നെ പറ്റി അസ്വസ്ഥതയാണ്, കാരണം മോദിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നെ പറ്റി അസ്വസ്ഥത. Every day he gets up in the morning. Every day he gets up in the morning and says, "How can I control Rahul Gandhi?" എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ആലോചിക്കും, എനിക്ക് എങ്ങനെ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. And every day Rahul Gandhi controls his mind. എല്ലാ ദിവസവും പക്ഷേ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. Congress party controls his mind. കോൺഗ്രസ് പാർട്ടിയാണ് മോദിയുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. So the same way Narendra Modi is controlled by Donald Trump, Chief Minister Kerala is controlled by Narendra Modi. എങ്ങനെയാണോ നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് നിയന്ത്രിക്കുന്നത്, അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മോദി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. The Kerala Chief Minister will attack Congress party 24 hours a day. കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് പാർട്ടിയെ 24 മണിക്കൂറും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP will attack Congress party 24 hours a day. അതുപോലെ BJP 24 മണിക്കൂറും കോൺഗ്രസ് പാർട്ടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Kerala Chief Minister will never attack BJP. BJP will never attack Kerala Chief Minister. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും BJP ആക്രമിക്കില്ല, അതുപോലെ BJP ഒരിക്കലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കില്ല. And now you ask any LDF leader, any LDF worker, that is LDF government actually a left government? നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും പ്രവർത്തകരോട് ചോദിക്കുക, യഥാർത്ഥത്തിൽ ഇതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ? If it is actually a left government, then why are rubber farmers suffering the way they are doing? ഇത് യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ റബ്ബർ കർഷകർക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടാവുന്നത്? Why are they not getting 250 rupees a kilo of rubber? എന്തുകൊണ്ടാണ് അവർക്ക് 1 കിലോ റബ്ബറിന് 280 രൂപ കിട്ടാത്തത്? Why has the LDF not maintained the promise they made 10 years ago? എന്തുകൊണ്ടാണ് 10 വർഷം മുമ്പ് LDF അവർക്ക് നൽകിയ വാഗ്ദാനം അവർ പാലിക്കാത്തത്? Our workers should ask this to LDF workers. നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ LDF പ്രവർത്തകരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കണം. And I'm sure that LDF workers themselves will tell you actually LDF government is not a left government, it's a corporate government. എനിക്ക് ഉറപ്പാണ് LDF പ്രവർത്തകർ, ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ തന്നെ നിങ്ങളോട് പറയും ഇതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, മറിച്ചൊരു മുതലാളിത്ത ഗവൺമെന്റ് ആണെന്ന് അവർ തന്നെ നിങ്ങളോട് പറയും. That's the truth. അതാണ് സത്യം. Now they are all confused. Even LDF workers are confused. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ തന്നെ ആശയക്കുഴപ്പത്തിലാണ്. Half of them are saying we don't want this government. പകുതി പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പറയാം ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ വേണ്ട because it does not support our ideology. കാരണം അത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ഒരിക്കലും പിന്തുണയ്ക്കുന്ന ഗവൺമെന്റ് അല്ല ഇത്. Now what is Congress and UDF saying? ഇപ്പൊ നിങ്ങൾ നോക്കുക, എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും പറയുന്നത്? We are saying that we want to protect the people of Kerala. ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം. Doesn't matter who they are, what religion, what tradition, male, female, we want to protect them. കേരളത്തിലുള്ള മനുഷ്യർ ഏത് ജാതിയിലുള്ളവരായിക്കോട്ടെ, മതത്തിലുള്ളവരായിക്കൊള്ളട്ടെ, അവർ ഏത് പാരമ്പര്യമുള്ളവരായിക്കോട്ടെ, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ആരായാലും കേരളത്തിലെ ജനങ്ങൾ. This little girl is sitting here, is standing here. And there's another one, where she gone? ഇവിടെ ചെറിയ പെൺകുട്ടി ഇവിടെ ഉണ്ട്, വേറൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു, എവിടെ പോയി? കണ്ടോ? Where is she? There she is. There, yes. So we want them to have a great future. ഇവർക്ക് രണ്ടുപേർക്കും വളരെ മികച്ച മനോഹരമായ ഒരു ഭാവി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
We want them to be comfortable in their state. അവരെങ്ങനെയാണ് അവരുടെ സംസ്ഥാനത്ത് അവർ സുഖകരമായിട്ട് ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And we want them to do whatever they feel like doing. അവർക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്, അത് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. If they want to start their own business, we want them to start their own business. അവർക്ക് അവരുടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരത് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. If they want to be a doctor, engineer, lawyer, whatever they want them to do. അവർക്ക് ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, വക്കീലാവണോ, അവർക്ക് എന്താകണം അത് അവരാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So our work starts with women. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങുന്നത് സ്ത്രീകളെ കുറിച്ചാണ്, സ്ത്രീകൾ എന്നുകൊണ്ടാണ്. Because now look, the men have all gone silent. നിങ്ങൾ ഇപ്പൊ നോക്കി, ഇവിടെയുള്ള പുരുഷന്മാരെല്ലാരും നിശബ്ദരായിട്ടുണ്ട്. They're like, what is he saying now? അവരാലോചിക്കുക എന്താണ് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. But it's true. Women are the foundation of Kerala. പക്ഷേ അത് ഞാൻ പറയുന്നത് സത്യമാണ്. കേരളത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. And women are much more balanced, have a longer term vision. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു സമതുലിത അവസ്ഥയുണ്ട്, ദീർഘകാലത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവും അവർക്ക് കൂടുതലാണ്. It's true. അത് സത്യമാണ്. So the first thing we are going to do is every single woman in Kerala is going to travel free on Kerala buses. ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം കേരളത്തിലെ ഓരോ സ്ത്രീയും കേരളത്തിലെ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്നു. And the second thing we are going to do is all college going girls, university going girls in Kerala are going to get 1,000 rupees a month from the government of Kerala. അത് മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിൽ കോളേജിൽ പോകുന്ന സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടിക്കും ഓരോ മാസവും 1000 രൂപ വീതം നൽകാൻ പോവുകയാണ്. To make them understand that we believe in them, we believe they are the future of Kerala, and it is very important that they travel freely, are educated, and we support them. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അവരിൽ വിശ്വസിക്കുന്നു. അവരാണ് കേരളത്തിന്റെ ഭാവി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യണം, അതുപോലെ അവർക്ക് വിദ്യാഭ്യാസവുമായി മുൻപോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. For senior citizens, we are going to have a new ministry that is going to look after their interests. പ്രായമായവർക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. And we are going to increase their pension to 3,000 rupees. അതുമാത്രമല്ല ക്ഷേമ പെൻഷൻ ഞങ്ങൾ 3000 രൂപയായി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. Now, everybody over here sometimes has a relative, a friend who falls sick. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ആരാണെങ്കിലും നമ്മുടെ ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, ചിലപ്പോൾ എല്ലാവർക്കും അസുഖം വരുന്ന ഒരു അവസ്ഥയുണ്ട്. Like I'm giving this speech here, my mother is in hospital. ഉദാഹരണത്തിന് ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അമ്മ അവിടെ And ആശുപത്രിയിലാണ്. I am feeling comfortable here because Kerala nurse is looking after my mother there. ഞാനിവിടെ സ്വസ്ഥമായിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം എന്റെ അമ്മയെ അവിടെ മലയാളികളായ നഴ്സുമാര് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. Right? And they are looking after my mother. They are kind, they are compassionate, they are gentle. അവരെന്റെ അമ്മയെ നോക്കുകയാണ്. അത് മാത്രമല്ല, അവർ ദയയുള്ളവരാണ്, അവർ സഹാനുഭൂതിയുള്ളവരാണ്, അവർ വളരെ സൗഹൃദമായിട്ട് ഇടപെടുന്നവരാണ്. That is why I am comfortable over here. Otherwise, I would not be comfortable. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് I would be wondering what is happening. Is my mother okay? So who is making me comfortable? The women of Kerala. ഞാനിവിടെ അല്ലെങ്കിൽ ആലോചിച്ചിരിക്കുക എന്റെ അമ്മ എന്താ ചെയ്യുന്നത്, അമ്മ ഓക്കെ ആണോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ബുദ്ധിമുട്ടിരിക്കുക. പക്ഷെ എന്നെ ഇവിടെ ആരാണ് സ്വസ്ഥമായിട്ട് നിർത്തുന്നത്? അത് കേരളത്തിലെ സ്ത്രീകളാണ് ഇന്ന് എന്നെ ഇവിടെ സ്വസ്ഥമായി നിർത്തുന്നത്. They are looking after me right now while I am speaking. ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീകളാണ്. So how can I not protect the women of Kerala? എനിക്ക് എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട എന്ന് പറയാൻ കഴിയുന്നത്? Now everybody has somebody who falls sick. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ അസുഖമുള്ളവരുണ്ടാവാം. Rich people have no problem. They can go to a private hospital. പൈസയുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമില്ല, കാരണം അവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോവാം. But if you are poor or you don't have so much money, it can become catastrophic. നിങ്ങൾക്ക് പൈസ ഇല്ല, നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഇല്ല, അതൊരു വലിയ ദുരന്തമാകാം വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ. How many families have been destroyed because of an operation, because of a heart problem, because of cancer? ക്യാൻസർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഹൃദയ സംബന്ധമായ അസുഖം വന്നിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് എത്ര കുടുംബങ്ങളാണ് ഇല്ലാതായിട്ടുള്ളത്? How many people are worried because somebody in their family has fallen sick? എത്ര പേര് വിഷമിച്ചിരിക്കുകയാണ് വീട്ടിൽ ആർക്കെങ്കിലും അസുഖമുണ്ടെന്നുള്ളൊരു സാഹചര്യം ഓർത്ത്. So we want to erase that worry.
ആ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. And the way we are going to erase that worry is with the ഉമ്മൻചാണ്ടി health insurance scheme. ഞങ്ങൾ നിങ്ങളുടെ ആ വിഷമം ഇല്ലാതാക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിലൂടെയാണ്. And what is the scheme? It's very simple. Every family will get 25 lakh rupees healthcare cover for when they're sick. ആ പദ്ധതി എന്താണ്? എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് ശ്രീ ഉമ്മൻചാണ്ടി ആരോഗ്യ പരിരക്ഷയിലൂടെ ഞങ്ങൾ ഉറപ്പാക്കുന്നത്. So when you fall sick, whether it is heart problem, stomach problem, fracture, whatever it is, the state of Kerala is going to guarantee your family 25 lakh rupees for treatment. നിങ്ങൾക്ക് എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, അത് ഹൃദയ സംബന്ധമായ പ്രശ്നമാകട്ടെ, ഉദര സംബന്ധമായ പ്രശ്നമാകട്ടെ, എല്ല് സംബന്ധമായ എന്ത് പ്രശ്നമാകട്ടെ, ഒടിവോ ചതവോ ആകട്ടെ, നിങ്ങൾക്ക് ഉറപ്പാണ് കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങൾക്ക് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് ആയിട്ട് This will not only help the people who are sick. ഇത് സഹായിക്കുന്നത് അസുഖമുള്ള ആളുകളെ മാത്രമല്ല. This will inject huge amount of money into the healthcare system of Kerala, which has been destroyed by the left. ഇടതുപക്ഷ മുന്നണി നശിപ്പിച്ച കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് ഒരുപാട് ധനം കുത്തിവെക്കാൻ ഈ പദ്ധതിയിലൂടെ നമുക്ക് And it സാധിക്കും. will revive the healthcare system of Kerala. കേരളത്തിലെ ആരോഗ്യ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നമുക്ക് And സാധിക്കും. because many more people will be able to access hospitals, we will need more nurses, more doctors, more specialists. നമുക്ക് ഒരുപാട് ആളുകൾക്ക് ആശുപത്രിയിലേക്ക് പോകാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ നഴ്സുമാരെയും കൂടുതൽ ഡോക്ടർമാരെയും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് ആവശ്യമുണ്ടാവും. So the ഉമ്മൻചാണ്ടി healthcare scheme is going to transform Kerala's healthcare. അങ്ങനെ ഉമ്മൻചാണ്ടി ഹെൽത്ത് കെയർ സ്കീം എന്ന പദ്ധതി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ വലിയ രീതിയിൽ പരിവർത്തനം വരുത്താൻ പോവുകയാണ്. And finally, the most important thing is jobs. ഏറ്റവും അവസാനമായി ഞാൻ പറയട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തൊഴിലുകളാണ്. And so we are going to give every single young person 5 lakh rupees interest-free loan if they want to start a business. ഈ സംസ്ഥാനത്തെ ഒരു ചെറുപ്പക്കാർക്ക് ബിസിനസ് തുടങ്ങാൻ, വ്യവസായം തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പലിശയില്ലാതെ 5 ലക്ഷം രൂപ ഞങ്ങൾ വായ്പയായി കൊടുക്കുന്നതായിരിക്കും. Modi gives lakhs of crore rupees to Adani and Ambani. Your chief minister gives lakhs of crores rupees to businesses. We are going to give thousands and thousands of crores of rupees to young people. മോദി ആയിരക്കണക്കിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ അദാനിക്ക് കൊടുക്കുന്നു. നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരക്കണക്കിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വലിയ വ്യവസായങ്ങൾക്ക് കൊടുക്കുന്നു. ഞങ്ങള് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കേരളത്തിലെ യുവജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു. Now I want to ask you, why is the left front government not doing this type of things? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും Why ചെയ്യുന്നത്? are rubber farmers suffering, other farmers suffering in Kerala? എന്തുകൊണ്ടാണ് റബ്ബർ കർഷകരും അതുപോലെ മറ്റ് കർഷകരും കേരളത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? Why is there such high unemployment in Kerala? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലുള്ളത്? Why is the healthcare system in Kerala being destroyed? എന്തുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? It would not be happening if the left front was actually interested in farmers and laborers. ഇത് കേരളത്തിൽ സംഭവിക്കില്ലായിരുന്നു. ഇടതുപക്ഷ മുന്നണി ഈ നാട്ടിലെ കർഷകരിലും തൊഴിലാളികളിലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഇവിടെ സംഭവിക്കില്ലായിരുന്നു. It is only happening because the Kerala government is a replica of the national government. കാരണം ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നത് കേരള ഗവൺമെന്റ് എന്ന് പറയുന്നത് ദേശീയ തലത്തിലെ ഗവൺമെന്റിന്റെ മറ്റൊരു ആവർത്തനം, മറ്റൊരു മാതൃക തന്നെ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നത്. And also, Kerala teaches us, as I said, be compassionate, be humble, be affectionate, respect all religions. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. കേരളം എന്താ നമ്മളെ പഠിക്കുന്നത്? നമുക്ക് സഹാനുഭൂതി വേണം, നമുക്ക് വിനയം വേണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. ഇതാണ് കേരളം നമ്മളെ പഠിപ്പിക്കുന്നത്. Kerala says, don't be arrogant, be humble. കേരളം പറയുന്നത് എന്താ? നിങ്ങൾക്ക് ധാർഷ്ട്യം പാടില്ല, അഹങ്കാരം പാടില്ല, നിങ്ങൾ വിനയമുള്ളവരാവണം. Kerala says, don't talk too much, listen. കേരളം പറയുന്നത് കൂടുതൽ സംസാരിക്കണ്ട, പക്ഷെ കേൾക്കുക എന്നാണ് കേരളം പറയുന്നത്. Don't hate, love. വെറുക്കരുത്, സ്നേഹിക്കണം എന്നാണ് കേരളം പറയുന്നത്. Don't get angry, be happy.
ദേഷ്യപ്പെടല്ലേ, സന്തോഷമായിട്ടിരിക്കണം എന്നാണ് കേരളം പറയുന്നത്. Why are Kerala nurses appreciated so much? Why are the people of Kerala so successful? Because of these reasons. എന്തുകൊണ്ടാണ് കേരളത്തിലെ നഴ്സുമാരെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും? എന്തുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ ലോകം മുഴുവൻ വിജയിക്കുന്നത്? ഈ കാരണങ്ങൾ കൊണ്ടാണ്. You go to the Middle East and you see the magic that the people of Kerala have created. നിങ്ങൾ മധ്യേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളിലെ കേരളത്തിലെ ജനങ്ങൾ അവിടെ സൃഷ്ടിച്ച മാന്ത്രിക വിദ്യ, മായാജാലം എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. People of Dubai have not built Dubai. People of Kerala have built Dubai. It's simple. ദുബായ് നിർമ്മിച്ചെടുത്തത് ദുബായിലെ ആളുകളല്ല, കേരളത്തിലെ ജനങ്ങളാണ് ദുബായ് നിർമ്മിച്ചെടുത്തത്. Right? And you built it because of your character, because of your ideas, because of the way you treat people. നിങ്ങൾ എന്തുകൊണ്ടാണ് ദുബായ് നിർമ്മിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളുടെ സ്വഭാവം കൊണ്ട്, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്, നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ട്, നിങ്ങൾ ഏത് രീതിയിലാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് And സാധിച്ചത്. I am saying that after being an MP for 5 years ഞാൻ ഇതെല്ലാം here in Kerala. കേരളത്തിൽ നിന്ന് നിങ്ങളുടെ ഒരു ജനപ്രതിനിധിയായി 5 വർഷം പൂർത്തിയാക്കിയ ശേഷമാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് ഇപ്പൊ പറയുന്നത്. If you ask me what I learnt in 5 years of my MPship in Wayanad, this is what I learnt. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് 5 വർഷം കേരളത്തിലെ MP ആയിട്ടിരുന്നിട്ട് ഞാൻ എന്താ പഠിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഇതൊക്കെയാണ് ഞാൻ കേരളത്തിൽ നിന്ന് പഠിച്ചത്. That this is a state where people respect each other. ഈ സ്റ്റേറ്റ്, ഈ സംസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. This is a state which respects all religions. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന സംസ്ഥാനമാണ്, ഇടമാണ് കേരളം. This is a state that respects people who disagree with them. നമ്മളോട് എതിർക്കുന്ന, നമ്മളോട് വിയോജിക്കുന്ന മനുഷ്യരെ ബഹുമാനിക്കുന്ന നാടാണ് കേരളം. I'm sure there are many left front workers here listening in this speech. എനിക്കറിയാം ഇവിടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കാണുമെന്ന് എനിക്കറിയാം. This is the nature of Kerala. This is your strength. ഇതാണ് കേരളത്തിന്റെ സ്വഭാവം, ഇതാണ് നിങ്ങളുടെ കരുത്ത്, ശക്തി. Your strength is not hatred, anger, arrogance. This is not your strength. നിങ്ങളുടെ ധൈര്യം, കേരളത്തിന്റെ കരുത്തെന്ന് പറയുന്നത് വിദ്വേഷമല്ല, ദേഷ്യമല്ല, ധാർഷ്ട്യമല്ല, മറിച്ച് ഇതാണ് കേരളത്തിന്റെ ധൈര്യം, So കരുത്ത്. this is the type of government that you need. നിങ്ങൾക്ക് വേണ്ടത് ഈ സ്വഭാവങ്ങളുള്ള, ഈ സവിശേഷതയുള്ള ഒരു ഗവൺമെന്റ് ആണ്. One that listens to you, government that listens to you, നിങ്ങളെ കേൾക്കുന്ന ഒരു ഗവൺമെന്റ്, that is respectful of all communities, എല്ലാ സമുദായങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു ഗവൺമെന്റ്, that protects poor people, protects weaker people. ദുർബലരായ മനുഷ്യരെ, ദരിദ്രരായ മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ്. And that is the government that the UDF is going to give you. നിങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നൽകാൻ പോകുന്ന ഒരു ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ്. One that is in line with the history and the tradition of Kerala. നമ്മൾ നൽകാൻ പോകുന്ന ഗവൺമെന്റ് എന്ന് പറയുന്ന കേരളത്തിന്റെ ചരിത്രത്തിനോടും പാരമ്പര്യത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും. Narayana Guru did not say kill your opponent. He did not say beat people. He did not say abuse people. He said be kind, be gentle, be affectionate. ശ്രീ നാരായണ ഗുരു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ എതിർക്കുന്നവരെ കൊന്നുകളയുക, ജനങ്ങളോട് വിദ്വേഷം കാണിക്കുക, എതിർക്കുക. അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ദയയുള്ളവരായിരിക്കുക, സഹാനുഭൂതിയുള്ളവരായിരിക്കുക എന്നാണ് ശ്രീ നാരായണ ഗുരു പറഞ്ഞത്. So we want a government that carries everybody together. ഞങ്ങൾക്ക് വേണ്ട ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. And we've also said that the first action of that government is going to be to guarantee rubber farmers 250 rupees rubber per kilo. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഗവൺമെന്റിന്റെ ആദ്യ ഉറപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് 250 രൂപ ഒരു കിലോയ്ക്ക് ഉറപ്പ് നൽകുക എന്നതായിരിക്കും. I'd like to introduce our candidates here. നമ്മുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക.